മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കൂടി പോകണം. സംസ്ഥാനത്ത് നമുക്കറിയാവുന്നതുപോലെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ മുടങ്ങിയിട്ട് കാലങ്ങളായി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് ഈ പെൻഷൻ മുടങ്ങുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ വിതരണത്തിനായി കൊടുത്ത പണത്തിന്റെ 60% മാത്രമാണ് ഇതുവരെ വിതരണം ചെയ്തത്. എത്രയും പെട്ടെന്ന് പെൻഷൻ തുക വിതരണം ചെയ്യാൻ തഹസിൽദാർക്ക് റവന്യൂ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാസങ്ങളായി ക്യാൻസർ രോഗികളുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. വെബ്സൈറ്റ് കൂടി പണി മുടക്കിയതോടെ ഇനി പെൻഷൻ എന്ന് കിട്ടുമെന്നത് ആർക്കും അറിയില്ല. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങളുമായി. TV പ്രസാദ്, രോഗം അലട്ടുന്നവരാണ്, വലിയ ബുദ്ധിമുട്ട് നേരിടുന്നവരായിരിക്കും ക്യാൻസർ രോഗികൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് മരുന്നിനുൾപ്പെടെ വലിയ ചിലവുണ്ടാകും. അപ്പോഴാണ് ഈ പെൻഷൻ കൂടി, ചെറിയ തുകയാണെങ്കിൽ പോലും ആ പെൻഷൻ കൂടി കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന് പറയുമ്പോഴാണ് നമ്മളെ അത് ഞെട്ടിക്കുന്നത്. കാരണം ഇനിയും 40% തുക വിതരണം ചെയ്യാനുണ്ടല്ലോ. വിനീത, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഈ പെൻഷൻ കുടിശ്ശിക എല്ലാവർക്കും കിട്ടാതിരിക്കാനുള്ള കാരണം എന്നുള്ളതാണ് റവന്യൂ വകുപ്പിൽ നിന്നുള്ള ആ മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ തഹസിൽദാർക്കും മാർക്കുമായി അയച്ച ഒരു മെസ്സേജാണ് അത്. അതായത് സംസ്ഥാനത്ത് റവന്യൂ വകുപ്പ് 17.3 കോടി രൂപയാണ് ക്യാൻസർ രോഗികളുടെ കുടിശ്ശിക അത് കൊടുക്കുന്നതിന് വേണ്ടി പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി കൊടുത്തത്. പക്ഷേ അതിൽ 9 കോടി രൂപ മാത്രമാണ്, 9.7 കോടി രൂപ മാത്രമാണ് രോഗികൾക്ക് വിതരണം ചെയ്തത് എന്നുള്ളതാണ്. അതായത് കണക്കിൽ പറയുന്നത് 60% മാത്രമാണ് വിതരണം ചെയ്തത് എന്നുള്ളതാണ് കണക്കിൽ പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ക്യാൻസർ രോഗികളുടെ പെൻഷൻ അത് വിതരണം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ്. റവന്യൂ വകുപ്പ് കഴിഞ്ഞ ഓണത്തിന് ശേഷം പല താലൂക്കുകളിലും പെൻഷൻ വിതരണം ചെയ്തില്ല. ഓരോ താലൂക്കുകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കോർഡിനേഷൻ ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ വില്ലേജ് വെബ്സൈറ്റ് തകരാറിലായ ഒരു സാഹചര്യം കഴിഞ്ഞ 1.5 മാസമായി നിലവിലുണ്ട്. അക്കാര്യവും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇത് സംഭവിക്കാനുള്ള കാരണം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് എന്നുള്ളതാണ്. അതായത് അനുവദിക്കപ്പെട്ട തുക കയ്യിലുണ്ടായിരുന്നിട്ടും അത് ഈ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഗുരുതരമായ ഒരു പ്രശ്നം. വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ഇതിൽ റവന്യൂ വകുപ്പ് ഗൗരവമായി ഇടപെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് എല്ലാ തഹസിൽദാർമാർക്കും അയച്ച ഈ മെസ്സേജിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഇതിന് ഉടനടി പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള അവരുടെ മീറ്റിംഗ് വിളിച്ച് ഇക്കാര്യം അതിൽ വിശദമായി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്യാൻസർ രോഗികൾ എന്ന് പറയുമ്പോൾ ചികിത്സിച്ച് മുടിഞ്ഞവരാണ് യഥാർത്ഥത്തിൽ പാവങ്ങളായിട്ടുള്ള മനുഷ്യർ. അവരോടാണ് ഈ ക്രൂരത ചില ഉദ്യോഗസ്ഥർ കാണിക്കുന്നത്. വിനീത, ശരിയാണ്. TV പ്രസാദ് തന്നെ നിരന്തരം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ഒടുവിൽ ഇപ്പോൾ ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടിയന്തര പ്രാധാന്യം വേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് TV പ്രസാദ് ചൂണ്ടിക്കാണിച്ചത്.